ഓടിപ്പോയി ഫ്രിഡ്ജിൽ സാധനങ്ങളുണ്ടോ നോക്കി. എന്താ ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ, സോയ സോസ് അങ്ങനത്തെ സാധനങ്ങളില്ലായിരുന്നു. അപ്പയുടെ പോയി പെർമിഷൻ ചോദിച്ചു, പൈസ ചോദിച്ചു. അപ്പ തന്നു. ഞാൻ പോയി കടയിൽ പെട്ടെന്ന് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വന്നു. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ്. ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? ഫ്രണ്ട്സ്, നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാറ്. അതിലേക്ക് നമ്മൾ ഇതിലേക്ക് 1 കിലോ ചിക്കൻ ബോണുള്ളതാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് വിനെഗർ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാവേ. വലിയ മുട്ടയാണ് 1 മതി, ചെറുതാണെങ്കിൽ 2 ഇടവേ. നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാതെ ഒലീവ് ഓയിലൊക്കെ ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ. ഫ്രണ്ട്സ്, നമ്മളിത് നല്ല രീതിയിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഞാൻ മാരിനേറ്റ് ആക്കി വെച്ചിട്ട് വറക്കാനെടുക്കുന്ന ആ സമയത്തിനുള്ളിൽ ഞാൻ ഫ്രൈഡ് റൈസ് റെഡി ആക്കിയിട്ടുണ്ട്. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വറുത്തെടുക്കാവേ. അപ്പൊ നമ്മൾ വറക്കാനുള്ള ഓയിൽ ഇട്ടിട്ട് നമുക്ക് ഇനി ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാവേ. പാൻ ചൂടായിരുന്നു. ചൂടായിട്ടുള്ളൂ. ഇത് നോർമൽ കുക്ക് പാനാണ്. ചിക്കൻ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം സ്ക്വയർ ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒനിയനും സ്ക്വയർ ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആയിട്ട് വരുന്ന പാട്ട ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ആയിട്ട് വരുന്ന പാട്ട ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയുടെ ഇട്ടുള്ള ഒരു മിക്സാണ്. നമുക്കിനി ഇത് റെഡിയാക്കാവേ. അപ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് മറ്റേ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇതും ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോളയും പിന്നെ ക്യാപ്സിക്കോടെ ഇട്ട് കൊടുക്കാവേ. സ്പ്രിംഗ്
ഓണിയൻ ഇപ്പം ഇടണ്ട കേട്ടോ, അത് അവസാനമാണ് ഇടുന്നത്. പച്ചമുളകും ഇപ്പം ഇടണ്ട. ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാവേ. അരിഞ്ഞ് വെച്ചിരുന്ന മുളക് കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാവേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഇത് നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാവേ. ഇനി നമുക്കിത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി കുറച്ച് ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഹീറ്റ് ആയി കഴിയുമ്പോൾ മുളക് പൊടി ഇട്ടതിൻ്റെ ആ പച്ചമണം മാറിപ്പോട്ടോ. ഹീറ്റ് ചെയ്യാം. എന്തായിരുന്നു ആ ഒരു മിക്സ്, ഈ സോസ് പരുവത്തിലായിട്ട് നമ്മളിത് ഈ വെജിറ്റബിൾസ് കൂടെ ഇട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ വാട്ടി വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കനും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുത്തേക്കാവേ. ഇനി നല്ല രീതി അടിയിൽ തൊട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാവേ. ഇവിടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം. റെഡി ആയിട്ട് നമുക്ക് ഇനി ഇത് കഴിച്ചു നോക്കാവേ. നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ മെയിൻ ആയിട്ടൊരു പോയിന്റ്, അത് ഞാൻ അപ്പയും അമ്മയും വീട്ടിലില്ലാത്ത സമയങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അപ്പയും അമ്മയുടെ നല്ല ചീത്ത കിട്ടും, കാരണം ഞാൻ അടുക്കള വൃത്തികേടാക്കും. എല്ലാവരും ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയപ്പോൾ അപ്പ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുകയായിരുന്നു. എൻ്റെ അടുക്കളയിലെ തട്ടിമുട്ടും കണ്ടിട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അമ്മ ഒന്നും ഇല്ലാത്തപ്പോൾ ഈ പരിപാടിക്കൊന്നും പിടിക്കാൻ നിൽക്കില്ലെന്ന്. എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ അവസാനമായപ്പോൾ എല്ലാവരും വിരലടക്കം കടിച്ചു തിന്നു. It's where they run.